നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ മൂഡൊന്ന് ചേഞ്ച് ചെയ്യാൻ നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളായിരിക്കും അല്ലേ. അതും ഈ ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ 5 വർഷങ്ങൾക്ക് ശേഷം മുന്നേ ഇറങ്ങിയിട്ടുള്ള സിനിമകളൊന്നും അല്ല നമ്മൾ കാണാറ്. വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമകളാണ് നമ്മൾ കൂടുതലായിട്ട് കാണുക അല്ലേ. അതിനകത്ത് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ഹരിഹർ നഗർ ഉണ്ടായിരിക്കും, പിന്നെ അതേപോലെ തന്നെ തെങ്കാശിപ്പട്ടണം, CID മൂസ, പറക്കും തളിക, പിന്നെ അതേപോലെ തന്നെ റാംജി റാവു സ്പീക്കിംഗ്, ഇങ്ങനത്തെ കുറേ സിനിമകളാണ് നമ്മൾ കാണാറല്ലേ. അപ്പോൾ റിപ്പീറ്റ് വാച്ച് വാല്യൂ എന്ന് പറയുന്നത് ഈ സിനിമകൾക്കാണ് കൂടുതലായിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന സിനിമയൊക്കെ നമ്മൾ എത്രത്തോളം റിപ്പീറ്റഡ് ആയിട്ട് കാണും. തിയേറ്ററിൽ പോയി നമ്മൾ കണ്ടു ആസ്വദിച്ചു, പിന്നീട് നമുക്കത് കാണാൻ തോന്നാറുണ്ടോ? അല്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ സിനിമകളൊന്നും അങ്ങനെയല്ല. എപ്പോഴും നമ്മൾ TV വന്നു കഴിഞ്ഞാൽ കാണുന്ന കുറേ സിനിമകളിൽ പെട്ടിട്ടുള്ള സിനിമകളാണത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഗ്മെന്റിലൂടെ നോക്കുന്നത് അത്തരത്തിലുള്ള പഴയ സിനിമകളും അതേപോലെ തന്നെ കുറച്ച് പഴയ ഡയറക്ടേഴ്സും ആ ഡയറക്ടേഴ്സിന്റെ സിനിമകളൊക്കെയാണ്. വെൽക്കം ടു ഡയറക്ടേഴ്സ് ഡയറി. മലയാള സിനിമയ്ക്ക് ആസ്യത്തിൻ്റെ ഒരു പുതിയ മേഖല തുറന്നു കൊടുത്തിട്ടുള്ള ഡയറക്ടേഴ്സാണ്, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് കോംബോ ആണ് സിദ്ദിഖ് ലാൽ എന്ന് പറയുന്നത്. അതായത് അവരാദ്യമായിട്ട് തുടങ്ങുന്നത് നമ്മുടെ കൊച്ചിൻ കലാഭവനിലുള്ള മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ പരിപാടിനെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്ത് ഒരു സ്ക്രിപ്റ്റഡൊക്കെ ആക്കി അതിനൊരു നല്ല സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടിയാക്കി മാറ്റുന്നതിലൂടെയാണ് അവരുടെ ഒരു കലാജീവിതം തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം അവർ ഫാസിലിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് മാറുകയും ഫാസിലിലെ കുറേ സിനിമകൾ അവർ അസിസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവർ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ് റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്നത്. 1989 ഈ ഒരു സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ അന്നത്തെ ഒരു ട്രെൻഡ് സെറ്റർ സിനിമയായിരുന്നു ഈ റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്നറിയാം, നമ്മൾ കോമഡി സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ കോമഡി സിനിമകളുടെ ഒരു പുതിയ തലം സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക്കലി ഈ ഒരു സിനിമ ഓൺവേർഡ്സ് ആണ്. പക്ഷേ ഈ സിനിമയുടെ ഒരു കോർ പ്ലോട്ട് ഒന്ന് എടുത്ത് നോക്കിയേ. ഈ സിനിമയുടെ ഒരു കോർ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോമഡി സിനിമയ്ക്ക് പറ്റുന്ന പ്ലോട്ടല്ല. വളരെ കണ്ണീർ കഥന എന്താ പറയാ, ഒരു അങ്ങനത്തെ ഒരു ട്രാജഡി സിനിമയുടെ പ്ലോട്ടാണ് ഈ സിനിമയ്ക്ക് യഥാർത്ഥത്തിലുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സായി കുമാർ അവതരിപ്പിച്ചിട്ടുള്ള ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം, ആ കഥാപാത്രം എന്തിനാണ് ശരിക്കും ട്രൈ ചെയ്യുന്നത്? അതായത് അച്ഛൻ മരിച്ചുപോയി, ആ അച്ഛൻ മരിച്ചു പോയിട്ട് അച്ഛൻ ജോലിയിൽ ഇരിക്കെ മരിച്ചു പോവുകയും ആ ജോലി നേടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് മാത്രമല്ല, ബാലകൃഷ്ണന് ഒരു സുഹൃത്തുണ്ട് ഹംസക്കോയയുടെ കയ്യിൽ നിന്ന് ബാലകൃഷ്ണൻ എന്ത് ചെയ്തിട്ടുണ്ട്? പൈസ കടം വാങ്ങിയിട്ടുണ്ട്. ഈ പൈസ ഹംസക്കോയക്ക് തിരിച്ചു കൊടുത്താലാണ് ഹംസക്കോയയുടെ പെങ്ങളുടെ കല്യാണം നടക്കുകയുള്ളൂ. ബാലകൃഷ്ണൻ ഈ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഹംസക്കോയയുടെ ഉറ്റ സുഹൃത്തിന്റെ പെങ്ങളുടെ കല്യാണം നടക്കില്ല. ഇതാണ് ബാലകൃഷ്ണന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഗോപാലകൃഷ്ണന്റെ പശ്ചാത്തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഗ്രാജുവേറ്റ് ആണ്. പക്ഷെ അയാൾക്ക് തൊഴിലില്ല, തൊഴിൽ രഹിതനായിട്ടുള്ള ഒരു ഗ്രാജുവേറ്റ് ആണ്. പക്ഷെ അയാളുടെ അമ്മ അയാളെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചേക്കുന്നത്. അയാൾക്ക് വീടോ സ്വത്തോ ഒന്നും തന്നെയില്ല. അമ്മ ഒരു അനാഥാലയത്തിലാണ് നിൽക്കുന്നത്. ഈ ബാലകൃഷ്ണൻ, ഈ മകൻ അമ്മയോട് കള്ളം പറഞ്ഞേക്കുവാണ്. എന്ത്? പട്ടണത്തിലെ ഒരു വലിയ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യുകയാണെന്നുള്ളത്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടും ഒരു ജോലി കിട്ടിയില്ല എന്നറിയുമ്പോൾ ആ അമ്മ എന്ത് ചെയ്യും? ഹൃദയം പൊട്ടി മരിച്ചു പോകും. അതുകൊണ്ട് അമ്മയോട് കള്ളം പറഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇതിനകത്ത് ഗോപാലകൃഷ്ണൻ വരുന്നത്. ഇനി മത്തായി ചേട്ടന്റെ കഥാപാത്രം ഇന്നസെന്റ് അവതരിപ്പിച്ചിട്ടുള്ള ആ കഥാപാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാടക കമ്പനി നടത്തി പൊളിഞ്ഞ് പാളീസായിട്ട് നിൽക്കുന്ന ഒരാളാണ് ആര്? നമ്മുടെ മത്തായി ചേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം. ഇനി ഇതിനകത്തുള്ള നായിക രേഖ അവതരിപ്പിച്ചിട്ടുള്ള റാണി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റാണിയുടെ അച്ഛനും ബാലകൃഷ്ണന്റെ അച്ഛനും ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വാക്കൻസിയിലോട്ടാണ് ഇവർ രണ്ടുപേരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റാണി ആ ജോലി നോക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? തൻ്റെ അനിയനൊരു ഗുരുതരമായിട്ടുള്ള രോഗമുണ്ട്. ആ രോഗത്തിന്റെ ചികിത്സക്കുള്ള പണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റാണി യഥാർത്ഥത്തിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വളരെ ട്രാജഡി ആയിട്ടുള്ള ഒരു പശ്ചാത്തലമാണ് എന്ത് ചെയ്യുന്നത് ഈ റാംജി റാവു എന്ന് പറഞ്ഞ സിനിമയ്ക്കുള്ളത്. പക്ഷേ സെയിം ടൈമിൽ തന്നെയാണ് ഈ ഒരു സിനിമ മലയാളത്തിലെ കോമഡി സിനിമകളുടെ ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ട് നോക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്തേക്കുന്നതെന്നുള്ളതും കൂടെ ഒന്ന് നോക്കിയേ. അപ്പൊ അതിൻ്റെ ഒരു ഐറണി നോക്ക്. പക്ഷേ നമ്മളെ കൊണ്ട് ചിരിപ്പിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? ഈ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ കഷ്ടപ്പാടുകളും
ആ കഷ്ടപ്പാടിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അവരുടെ അൺസർട്ടൈനിറ്റിയും അതേപോലെ തന്നെ അവരുടെ കൺഫ്യൂഷൻസും ആണ് നമ്മളെ ചിരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഒരു വല്ലാത്ത ഒരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ട്രെൻഡ് സെറ്റർ ആയിട്ട് പറയുന്നത്. ഇപ്പം നമുക്കറിയാലോ, നമ്മുടെ പറക്കും തളിക എന്ന് പറയുന്ന സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നതും ഏകദേശം ഇതേപോലെ തന്നെയാണ്. പക്ഷേ ഇതിന് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു അടിത്തറ ആ ഒരു സിനിമയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കമ്പാരിറ്റീവ്ലി കുറവാണ്. സാധാരണയായിട്ട് 1989 മുന്നേ ഉള്ള കോമഡി സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള റിയൽ ട്രാജഡി സിനിമകൾ തന്നെയാണത്. പക്ഷേ അതിനകത്ത് ഇവിടെയൊക്കെ ആയിട്ട് ചില കോമിക് എലമെന്റുകൾ കയറി വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാ ബേസ് ഉള്ള ഒരു സിനിമ, അത് വളരെ ട്രാജഡിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കഥാ പ്ലോട്ടിനെ അതിൽ ആ കഥാപാത്രങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കഥയിലൂടെ കഥാപാത്രങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് കോമഡികൾ ഉണ്ടാവാം. സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് അവർ ചെന്ന് ചാടുന്ന ചില സന്ദർഭങ്ങളെ നമുക്ക് കോമഡി ആയിട്ട് തോന്നുകയാണ് ചെയ്യുന്നത്. അവരൊരിക്കലും സ്ക്രീനിൽ നിന്നിട്ട് കോമിക് സാധനങ്ങൾ ചെയ്യുന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ചട്ടമ്പി നാട് എന്ന് പറഞ്ഞ സിനിമ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള സുരാജ് ചെയ്തിട്ടുള്ള കഥാപാത്രം, അതായത് ദശമൂലം ദാമു എന്ന് പറയുന്ന കഥാപാത്രം, ആ കഥാപാത്രം യഥാർത്ഥത്തിൽ സിനിമയ്ക്ക് അകത്ത് ചെയ്യുന്നത് എന്താണ്? കോമഡി തന്നെയാണ്. അയാളൊരു പൊട്ടനാണ്. ആ പൊട്ടൻകളി അയാൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ പൊട്ടൻകളി കാണുന്ന സമയത്ത് തന്നെയാണ് നമുക്ക് ചിരി വരുന്നത്. പക്ഷെ റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അങ്ങനെയല്ല. ആ മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ റിയൽ സിറ്റുവേഷനിൽ അവർ ചെന്ന് അകപ്പെടുന്ന ചില സംഗതികൾ കാണുമ്പോഴാണ് നമുക്കവിടെ കോമഡി ആയിട്ട് തോന്നുന്നത്. അവരൊരിക്കലും കോമിക് സാധനങ്ങൾ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്നില്ല. പക്ഷെ അവർ ചെന്ന് പെടുന്ന ചില പശ്ചാത്തലങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ചിരി വരികയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു പ്ലോട്ടിൽ നിന്നിട്ടാണ് ആ സിനിമ നമ്മളെ ചിരിപ്പിച്ചെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെയാണ് സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന കോംബോ ഹിറ്റ് ആയതും അവരുടെ ബ്രില്യൻസ് ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു സിനിമയായിട്ട് ഈ പറയുന്ന റാംജി റാവു സ്പീക്കിംഗ് മാറിയതും. ഇനി നമുക്ക് ക്യാരക്ടർ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ക്യാരക്ടർ ഇതിനകത്തുള്ള ഗോപാലകൃഷ്ണനെയും അതേപോലെ തന്നെ ബാലകൃഷ്ണനെയും മത്തായി ചേട്ടനെയും കൊടുത്തേക്കുന്ന ക്യാരക്ടറൈസേഷൻ എങ്ങനെ നോക്കാം. ഇനി ബാലകൃഷ്ണനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ബേസിക്കലി അയാൾ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അയാൾ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് എന്തില്ല, അതിനകത്ത് അയാൾക്ക് ക്രൂക്കഡ്നെസ് ഇല്ല. പക്ഷേ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ സെറ്റ് ചെയ്തേക്കുന്നത്, ബാലകൃഷ്ണന് ഒരു ഇച്ചിരി ക്രൂക്കഡ്നെസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അയാൾ ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടെത്താനും സിറ്റുവേഷനിൽ നിന്നും അയാൾക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസിനെ ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കുന്ന ഒരാളാണ് ഇതിനകത്തുള്ള ഗോപാലകൃഷ്ണൻ. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാന്നാർ മത്തായി ആണെന്നുണ്ടെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അയാളെ നമുക്ക് വളരെ ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് മാന്നാർ മത്തായി. ഇനി റാണി ആണെന്നുണ്ടെങ്കിലും സ്വന്തമേ ഒരു തീരുമാനം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, അൺസർട്ടേണിറ്റിനെ ഫേസ് ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇതിനകത്ത് റാണീനെ പ്ലേസ് ചെയ്തേക്കുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, റാണിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് റാണീനെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നത് അവിടെ ശങ്കരാടിയാണെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സിനെ സെറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ ക്യാരക്ടേഴ്സിന് റെവലേഷൻ കൂടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് ക്യാരക്ടർ റെവലേഷൻ സംഭവിക്കുന്നത്? ഇപ്പോൾ തുടക്കത്തിൽ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടർ എന്താണെന്നുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട്. അയാളൊരു ഇച്ചിരി ക്രൂക്കഡാണ്, അയാളൊരു ഇച്ചിരി ലേസിയാണ് എന്നുള്ളത് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ബാലകൃഷ്ണൻ ഒരു ഇച്ചിരി ഇന്നസെന്റ് ആണെന്നുള്ളതും, അതേപോലെ തന്നെ മാന്നാർ മത്തായി നമുക്ക് ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളത് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് സിനിമയുടെ തുടക്കത്തിൽ തന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ കിട്ടുമെങ്കിലും ഇത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയല്ല. ഇത് സിനിമ മുന്നോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ടുവാർഡ്സ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിലോട്ട് എത്തുന്ന സമയത്താണ് ഈ ക്യാരക്ടേഴ്സിലേക്ക് ആളുകൾക്കുള്ള ഇമോഷണൽ കണക്ഷനെ കൊടുക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് കഥയുടെ ഒരു ട്രാജിക് സാധനം ഈ ക്യാരക്ടേഴ്സിലേക്ക് കൊടുക്കുന്നത് അവിടെയാണ്. അതായത് ഗോപാലകൃഷ്ണന്റെ ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു മകനായിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ ബാലകൃഷ്ണന്റെ അവസ്ഥ, അതായത് ബാലകൃഷ്ണന് ഇങ്ങനെ കാശ് കൊടുക്കാനുണ്ട്, ജോലി കിട്ടാനുള്ള തത്രപ്പാട്. അതേപോലെ തന്നെ ഈ ഡ്രാമയുടെ ഒരു ഡിക്ലൈനിങ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ആ ഡിക്ലൈനിങ് സ്റ്റേജിൽ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന മാന്നാർ മത്തായി. അപ്പോൾ
ഇത് ഈ സിനിമ ഇങ്ങനെ സംഭവിച്ച് ഈ സിനിമയിലെ ക്യാരക്ടറുകൾ ഇങ്ങനെ ഡെവലപ്പായി വന്ന് ആ ഒരു സെക്കൻഡ് ഹാഫിലോട്ട് എത്തുന്ന സമയത്താണ് ക്യാരക്ടേഴ്സിന് എന്ത് സംഭവിക്കുന്നത്, അവിടെ ഒരു റെവലേഷൻ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഈ റെവലേഷൻ സംഭവിക്കുന്ന സമയത്താണ് എന്താവുന്നത്, നമ്മൾ ഈ ക്യാരക്ടേഴ്സിനോട് നമ്മൾ കൂടുതലായിട്ട് അടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവരാരും തന്നെ ഹീറോകളല്ല, ഇവരാരും അമാനുഷിക കഥാപാത്രങ്ങളല്ല, ഇവരാരും മനുഷ്യന് സ്വതസിദ്ധമായി ഉണ്ടാവുന്ന ഇമോഷൻസിന് അപ്പുറത്തേക്ക് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആൾക്കാരല്ല ഇതിനകത്ത്. ഇവരെല്ലാവരും മനുഷ്യരാണ്, ഇവരെല്ലാവരും കോമൺ മെന്നാണ്. അവർക്ക് കിട്ടുന്ന അവസരങ്ങളിലൂടെ അവർ തെറ്റ് ചെയ്യുന്ന മനുഷ്യരും കൂടിയാണ്. അവർ തെറ്റ് ചെയ്യുകയും അവർ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അവരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സ്വാഭാവികമായിട്ടുള്ള മനുഷ്യരാണ് ഈ സിനിമക്കകത്തുള്ള ക്യാരക്ടേഴ്സ് എന്നുള്ളതാണ്. അല്ലാതെ നന്മമരങ്ങളായിട്ടുള്ള ആൾക്കാരല്ല ഇതിനകത്തുള്ളത്. അതായത് അതിനൊരു ഉദാഹരണമാണ്, ഇപ്പോൾ നമുക്കറിയാലോ ബാലകൃഷ്ണനാണ് ആ ഫോൺ കോൾ വരുന്നത്, അതായത് റാംജി റാവുവിൻ്റെ അടുത്ത് നിന്നുള്ള ഫോൺ കോൾ വരുന്നത്. ആ ഫോൺ കോൾ വരുന്ന സമയത്ത് ബാലകൃഷ്ണൻ കൺഫ്യൂസ്ഡ് ആവുന്ന അല്ലെങ്കിൽ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ആയതുകൊണ്ട് തന്നെ അതിനൊരു ഓപ്പർച്യൂണിറ്റീനെ കണ്ടെത്താനുള്ള ശ്രമം ആരുടെ ഭാഗത്തുനിന്നില്ല, ബാലകൃഷ്ണന്റെ ഭാഗത്തുനിന്നില്ല. പക്ഷേ ക്രൂക്കഡ് ആയിട്ടുള്ള ലേസി ആയിട്ടുള്ള ഗോപാലകൃഷ്ണനാണ് എന്ത് ചെയ്യുന്നത്, അതെന്നൊരു ഓപ്പർച്യൂണിറ്റീനെ കണ്ടെത്തുന്നത്. നമുക്കൊരു കളി കളിച്ചാലോ ഒന്ന് ചോദിച്ച് ഒരു കളിയിലോട്ട് അവർ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മനുഷ്യരാണ്, അവർ ഹ്യൂമൻസ് ആണ്. അവർക്ക് കിട്ടുന്ന ശരിയോ തെറ്റോ അവരുടെ അപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും അവർക്ക് മറികടക്കാൻ പറ്റുന്ന ഒരു കച്ചിത്തുരുമ്പ് കിട്ടുന്ന സമയത്ത് അതെടുക്കുകയും അതിനെ യൂസ് ചെയ്യുകയും അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് ഈ സിനിമക്കകത്തുള്ള എന്നുള്ളത്. മനുഷ്യരാണ് ഈ സിനിമക്കകത്തുള്ള എന്നുള്ളതാണ്. അതും ഈ ഒരു സിനിമയുടെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. അങ്ങനത്തെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള മനുഷ്യരെ ആസച്ച് സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമകൾ ആ കാലഘട്ടത്തിൽ ഇച്ചിരി കുറവായിരുന്നു, എസ്പെഷ്യലി കോമിക് പാർട്ടിൽ വരുന്ന സിനിമകൾക്ക് അകത്ത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ തന്നെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ മനുഷ്യരെ അത് ആസച്ച് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്താണ് അതിനകത്ത് പൊളിറ്റിക്സ് കൂടെ വരുന്നത്. അതായത് ആ കാലഘട്ടത്തിലെ സോഷ്യൽ എക്കണോമിക്കൽ പൊളിറ്റിക്കൽ കണ്ടീഷൻസിനെ ഇതിനകത്ത് സബ്റ്റിലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് മരിച്ചു പോയാൽ മകന് ജോലി കൊടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ആ ഒരു പേപ്പർ വർക്ക്സിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ അന്നേ ആ സിനിമക്കകത്ത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് റാണിയുടെ അച്ഛൻ മരിക്കുന്നതിന്റെ 3 സെക്കൻഡ് മുന്നെയാണ് എൻ്റെ അച്ഛൻ മരിച്ചത്, അതുകൊണ്ട് ആ ജോലിക്ക് അർഹൻ ഞാനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ കൈൻഡ് ഓഫ് പൊളിറ്റിക്സിനെ സബ്റ്റിലായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടെയാണ് റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ക്യാരക്ടറുകൾക്ക് ക്യാരക്ടറൈസേഷൻ കൊടുക്കുന്നതാണെങ്കിലും ക്യാരക്ടറിന് സംഭവിക്കുന്ന റെവലേഷനിലാണെന്നുണ്ടെങ്കിലും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഹ്യൂമൻസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഹീറോസിനെ ടിപ്പിക്കൽ ഹീറോസിനെ റിഫ്ലക്റ്റ് ചെയ്യാത്ത ഒരു സിനിമ, ഇതെല്ലാം കൊണ്ട് തന്നെയാണ് റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറഞ്ഞ സിനിമ അതൊരു എന്താ പറയുക ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ടുള്ള സിനിമയായിട്ട് മാറിയത് എന്നുള്ളതാണ്. ഇനി ഈ സിനിമക്കകത്ത് പാട്ടിനെ യൂസ് ചെയ്തേക്കുന്നതാണ്. ലാല് ഒരു ഇന്റർവ്യൂവിൽ പറയാറുണ്ട്, സിനിമയുടെ സാച്ചുറേഷൻ പോയിന്റ് കൂടി സിനിമ എവിടെയെങ്കിലും പോയി ഇടിച്ചു നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തണുപ്പിക്കാനാണ് നമ്മൾ പാട്ടിടുന്നത് എന്നുള്ളത്. ഈ ഒരു സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുപരിയായിട്ട് ഈ സിനിമ ബേസിക്കലി 2 പാർട്ടായിട്ട് നിൽക്കുന്ന സിനിമയാണ്. അതായത് റാംജി റാവുവിൻ്റെ ഫോൺ കോൾ വരുമ്പോഴാണ് ഈ ഒരു സിനിമ വേറൊരു തലത്തിലേക്ക് സിനിമ സഞ്ചരിച്ചു പോകുന്നത്. ആ സിനിമ അത്രയും നേരം എന്താണ് ബാലകൃഷ്ണന്റെയും ഗോപാലകൃഷ്ണന്റെയും മാന്നാർ മത്തായിയുടെയും അതേപോലെ തന്നെ റാണിയുടെയും അതേപോലെ തന്നെ നമ്മുടെ ഹംസക്കോയയുടെയും ഇടയ്ക്കുള്ള ഇന്റർപ്ലേ, ഇവർ പെട്ടിട്ടുള്ള ഈ ഒരു ട്രാപ്പിൽ നിന്നും ഇവരുടെ ഒരു ജീവിത പ്രോബ്ലത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും അതിനിടയ്ക്ക് വരുന്ന പാരകളെല്ലാം മാത്രമാണ് ആ സിനിമ. പക്ഷെ അത് വേറൊരു ലെവലിലോട്ട് സഞ്ചരിക്കുന്നത് ആ ഒരു പാട്ട് വന്നതിന് ശേഷമാണ്. നമുക്കറിയാം ഇവരുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള ലൈഫ് ജീവിത കഥ ആ പാട്ടിന് തൊട്ട് മുന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആ പാട്ടിന് തൊട്ട് മുന്നെയാണ് റിവീൽ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ആ പാട്ടിനകത്തുള്ളത് ആ സിനിമയുടെ കോർ എലമെന്റ് ആണ്. ഈ പറയുന്ന ട്രാജഡിയും എല്ലാം വരുന്ന കോർ എലമെന്റ് ആണ് ആ പാട്ടിനകത്തുള്ളത്. ആ പാട്ട് ഇവരുടെ ജീവിത
ജീവിതം ഇവരിനി എന്ത് ചെയ്യും എന്നുള്ള അൺസർട്ടനിറ്റിയിൽ അവർ ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്ന സമയത്താണ് അവർക്ക് ഒരു കച്ചിത്തുരുമ്പായിട്ട് എന്ത് വരുന്നത്, ആ ഫോൺ കോൾ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പാട്ടിനെ യൂസ് ചെയ്തേക്കുന്ന രീതി അത് മാത്രമല്ല, അതിനകത്ത് ആ പാട്ട് യൂസ് ചെയ്തേക്കുന്ന രീതി മാത്രമല്ല, കളിക്കളം എന്ന് പറയുന്ന പാട്ട് യൂസ് ചെയ്തേക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിലും അവനവൻ കുഴിക്കുന്ന കുഴി അതൊക്കെയാണെന്നുണ്ടെങ്കിലൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള നീഡഡ് ആയിട്ടുള്ള സമയങ്ങളിലാണ് ഇതിനെല്ലാം പ്ലേസ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. അതിലേറ്റവും ഒരു ബിഗ് താങ്ക്സ്, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ അനുസ്മരിക്കേണ്ട ഒരാൾ എന്ന് പറയുന്നത് എസ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറാണ്. ആ എസ് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ് ആ ഒരു പാട്ടിനെ ആ രീതിയിൽ കമ്പോസ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയാണ് റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കോമഡിക്ക് വേണ്ടി മാത്രമുള്ള CID മൂസ പോലെയുള്ള കോമഡി കാണിച്ച് നമ്മളെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമ അല്ല അത്. അതായത് ഇപ്പോൾ ബ്ലെസ്സിയൊക്കെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബ്ലെസ്സിയുടെ കാഴ്ച എന്നൊക്കെ പറഞ്ഞുള്ള സിനിമയായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കരയിപ്പിക്കണം എന്ന ഇൻറ്റൻഷനോട് കൂടെ തന്നെ ബ്ലെസ്സി പല തരത്തിലുള്ള എലമെന്റ്സിനെ ഫോഴ്സ്ഫുള്ളി ആഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ സിദ്ദിഖ് ലാലിൻ്റെ റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറഞ്ഞ സിനിമക്കകത്ത് ഫോഴ്സ്ഫുള്ളി സിനിമക്കകത്ത് ആ സിനിമക്കകത്തുള്ള ക്യാരക്ടേഴ്സ് അവിടെ നിന്ന് കോമഡി സാധനങ്ങൾ കാണിക്കുന്നില്ല. ബേസിക്കലി അവരുടെ ആ ഒരു ജീവിതത്തിൽ ആ ഒരു ജീവിത സന്ദർഭത്തിൽ വളരെ ഗ്രാജുവലായിട്ട് ആ ഒരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന സിറ്റുവേഷൻസ് നമുക്ക് കോമഡി ആയിട്ട് തോന്നുകയാണ് അവിടെ ചെയ്യുന്നതെന്നുള്ളതാണ്. അതിനെ നമ്മൾ കോമഡി ആയിട്ട് ആസ്വദിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. സിറ്റുവേഷണൽ കോമഡി നമ്മൾ പറയും അതിന്. അതേപോലെ തന്നെ ഗിവ് ആൻഡ് ടേക്ക്, ഡയലോഗ്സിൽ വരുന്ന ഗിവ് ആൻഡ് ടേക്ക്. അതായത് ബാലകൃഷ്ണൻ വന്നിട്ട് മാതാമത്തായി ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ വിഷമം? എൻ്റെ പേര് ബാലകൃഷ്ണൻ, അതാ നിന്റെ വിഷമം? ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങൾ ഇതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അല്ലാണ്ട് കോമഡിക്ക് വേണ്ടിയിട്ട് ചിരിപ്പിക്കാനായിട്ട് അവിടെ പ്ലേസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറഞ്ഞ സിനിമയെ മലയാളത്തിലെ കോമഡി സിനിമകൾക്ക് ഒരു പുതിയ ട്രെൻഡ് സെറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മുടെ സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന ഡയറക്ടർ ഡുവോൻ്റെ ബ്രില്യൻസും.